വെൽക്കം ടു ലൈഫ് ലൈൻ TV. ഇന്ന് ഞാനൊരു കഥ പറയാം. ആ കഥയ്ക്കകത്ത് നമുക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഇരിക്കുന്നുണ്ട്. ഇത് ലോകപ്രശസ്തനായ ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ എനിക്ക് തോന്നുന്ന ഫ്രഞ്ചിലെ ഏറ്റവും നമ്മുടെ ടാഗോർ നമുക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ വിക്ടർ ഹ്യൂഗോ 1862 ലേ മിസറാബിൾ എന്നാണ് ഫ്രഞ്ചിൽ അത് വായിക്കുന്നത്. സാധാരണക്കാരെന്നുള്ളതാണ് അതിനർത്ഥം. മലയാളത്തിൽ ഇതിന് പാവങ്ങൾ എന്ന് പറഞ്ഞ് പരിഭാഷ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ വളരെ ചുരുക്കിയാണ് അത് എഴുതിയിരിക്കുന്നത്. ഇത് സെൻട്രൽ കഥാപാത്രം എന്ന് പറയുന്നത് ഫ്രഞ്ചിൽ പറയുമ്പോഴത്തേക്കും ജോ വാൽജെ എന്ന് പറയും. ജീൻ വാൽജെ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം സഹോദരിയുടെ കുഞ്ഞുങ്ങൾ ദിവസങ്ങളായിട്ട് ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന കണ്ട് സഹിക്കുക വയ്യാതെ ഇദ്ദേഹം ആഹാരം അന്വേഷിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു ബേക്കറിയിൽ ബ്രെഡ് ഇരിക്കുന്നത് കണ്ട ബ്രെഡും എടുത്തുകൊണ്ട് ഓടുമ്പോൾ ഈ ബേക്കറിക്കാർ അയാളെ ഓടിച്ചിട്ട് പിടിക്കും. അപ്പോൾ ജാവേർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ശിക്ഷിച്ച് ഒരുപാട് വർഷത്തേക്ക് ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരുവാണ്. അപ്പോൾ ആദ്യം ഇയാൾ ജയിലിൽ കിടന്ന് ജയിലിൽ ചാടും, വീണ്ടും ഉടനെ പോലീസ് പിടിക്കും, വീണ്ടും ജയിലിലിടും, വീണ്ടും പോലീസ് പിടിക്കും, വീണ്ടും ജയിലിലിടും. അങ്ങനെ 19 നീണ്ട വർഷങ്ങൾ ജോവാൽജെ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇദ്ദേഹം ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങുവാണ്. അപ്പോൾ ഈ 19 വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുമ്പോഴത്തേക്കും അപ്പോൾ അന്നുള്ള ഫ്രാൻസിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ID കാർഡ് കാണിക്കുന്ന ആഹാരത്തിനൊക്കെ ആയിട്ട്, അപ്പോൾ ഫ്രാൻസിൽ അന്ന് ഭയങ്കര കൊടിയ തണുപ്പുള്ള സമയത്താണ് ഇദ്ദേഹം പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ വിശന്ന് ഇത്രയും കാലം ജയിലിൽ പണിയെടുത്തതിൻ്റെ പണമുണ്ട്, ജയിലിൽ കഠിനമായ ജോലി ചെയ്തുകൊണ്ട് ശരീരമൊക്കെ നല്ല ഫിറ്റാണ് ആൾ, നല്ല അപാരമായ ആരോഗ്യവാനാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ആഹാരം കിട്ടാതെ അലയുവാണ്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും തണുപ്പ്, ഇപ്പോൾ തീയുടെ അടുത്തേക്ക് നിൽക്കുമ്പം ആഹാരം ചോദിക്കുമ്പോൾ, അപ്പോൾ ഇന്ന് അദ്ദേഹം കൊടിയ കുറ്റവാളി പുറത്തിറങ്ങി വരും പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇദ്ദേഹത്തോട് ID കാർഡ് ചോദിക്കുമ്പോൾ ആഹാരം കൊടുക്കാനായിട്ട് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ ആഹാരം കിട്ടാതെ അവരെല്ലാം ഇദ്ദേഹത്തെ റിജക്റ്റ് ചെയ്ത് ഇയാളെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമത്തിൽ ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ആഹാരം കിട്ടാതെ അപ്പോൾ ഒരു കൽബെഞ്ചിൽ കിടക്കുകയാണ്. അപ്പോൾ കൽബെഞ്ചിൽ കിടക്കുമ്പോൾ അതിൽ വന്ന ഒരു വയസ്സായ സ്ത്രീ ചോദിക്കുന്നു, അപ്പോൾ എന്താണ് മന നീ ഇവിടെ കിടക്കുന്നത്? അപ്പോൾ എനിക്ക് ആഹാരമൊന്നും കിട്ടിയില്ല, എനിക്ക് എന്തെങ്കിലും ഒരു അഭയം വേണം, നല്ല തണുപ്പ്, അപ്പോൾ നീ ഇങ്ങനെ തണുപ്പത്ത് കിടക്കരുത്, നീ മരിച്ചു പോകും. അപ്പോൾ ആ പ്രകാശം കാണുന്ന ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ബിഷപ്പിൻ്റെ വീടാണ് അവിടെ. അപ്പോൾ ആ ബിഷപ്പിൻ്റെ വീട്ടിലേക്ക്, അപ്പോൾ അദ്ദേഹം നല്ല കരുണയുള്ള ആളാണ്, അദ്ദേഹം നിനക്ക് അവിടെ പോയി ആഹാരം കിട്ടും. അപ്പോൾ അവിടെ ഇദ്ദേഹം ആഹാരത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഫ്രഞ്ച് ഭാഷയുടെ ഒരു ബ്യൂട്ടി ഇതിനകത്ത് നമുക്ക് അതേ രീതിയിൽ വായിച്ചു കഴിഞ്ഞാലാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുമായിരിക്കും കുറച്ചും കൂടി, ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. 1800 പേജുകളോളം വരുന്നതാണ്. അപ്പോൾ ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാർക്ക് അപ്പം നിങ്ങൾക്ക് യു ആർ വെൽക്കം ടു ഫ്രഞ്ച്, ജെറ്റ് എൻട്രി യു ആർ വെൽക്കം. അല്ലെങ്കിൽ നമുക്ക് ഫ്രഞ്ചിൽ പറയുമ്പോഴത്തേക്കും കോമസാവ ഹൗ ആർ യു, അതല്ലെങ്കിൽ മേഴ്സി ബുക്കു താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഫാൻറ്റൈൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അവർ അന്നത്തെ ഫ്രഞ്ച് ജീവിതത്തിനകത്ത് ഈ ആഹാരമില്ലാതെ ഭർത്താവും അവർ ഉപേക്ഷിച്ചു, ഭർത്താവല്ല അത് സ്നേഹിച്ച ആൾ ഉപേക്ഷിച്ച് പോയി, ഒരു കുഞ്ഞിന് അവർ ജന്മം കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയായിട്ട് അവർ ആഹാരത്തിന് ഒരു നിവൃത്തിയില്ലാതെ, അപ്പോൾ ഫൈനലി അവർ പല ജോലിയും ചെയ്തെങ്കിലും പ്രോസ്റ്റിറ്റ്യൂഷനിൽ വരുവാണ്. അപ്പോൾ എങ്ങനെയാണ് ദാരിദ്ര്യം കൊണ്ട് പ്രോസ്റ്റിറ്റ്യൂഷനിൽ വന്നത്? അപ്പോൾ ഇവരുടെ വളരെ മനോഹരിയായ ആ കുട്ടി, അപ്പോൾ കോസറ്റ് അപ്പോൾ നോക്കാനായിട്ട് ഒരിടത്ത് കൊണ്ട് ഏൽപ്പിച്ച് അവരൊരുപാട് ജോലിയൊക്കെ ഇതിനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസാനം ഈ കഥാപാത്രം ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്കും കോസറ്റയ്ക്ക് വളരെ പ്രധാനപ്പെട്ട റോളാണ് വരുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദാരിദ്ര്യത്തിൽ ഇത്രയും വിഷമത്തിൽ ആഹാരം കഴിക്കാതെ ഇങ്ങനെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന് ആഹാരം കൊടുക്കാനായിട്ട് അവിടെ ബെല്ലടിച്ചപ്പോഴത്തേക്കും ബിഷപ്പിൻ്റെ സഹോദരിയാണ് വന്ന് തുറക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ വിഭിന്നമായ ഒരു കഥാപാത്രത്തെയാണ് ഈ ബിഷപ്പ് മെറിയലിനെ നമുക്ക് കാണുന്നത്. ബിഷപ്പ് മെറിയൽ അകത്തിരുന്നുകൊണ്ട് പറയുകയാണ്, വന്നിരിക്കുന്ന ആളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അപ്പോൾ ഈ സഹോദരിക്ക് പെട്ടെന്നൊരു ഭയം തോന്നി, ഇന്നൊരു കൊടിയ കുറ്റവാളി പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു, ഇയാളാകാം. അപ്പോൾ അവർ വരച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ അവർക്കൊരു ഫൈനലി ഇതിലെത്തുവാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ബിഷപ്പ് പറയുകയാണ്, സഹോദര ഇരിക്കൂ. അപ്പോൾ സഹോദരി അടുത്ത് പറയുന്നു, ബിഷപ്പിൻ്റെ സഹോദരി അടുത്ത് പറയുന്നു, ബിഷപ്പ്
മെറിയലിൻ്റെ സഹോദരിയുടെ അടുത്ത് പറയുന്നു ഏറ്റവും നല്ല ആഹാരം ഉണ്ടാക്കും, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥിയാണെന്ന് വന്നിരിക്കുന്നത്, ഏറ്റവും നല്ല ആഹാരം ഉണ്ടാക്കും. അങ്ങനെ ഏറ്റവും നല്ല ആഹാരമൊക്കെ എടുത്തപ്പോൾ ഇദ്ദേഹം രാവിലെ മുതൽ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, പ്രീവിയസ് ഡേയും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ആഹാരം എല്ലാം കൊണ്ടുവച്ച് പ്രത്യേകിച്ച് മെഴുകുതിരി വെളിച്ചമൊക്കെ ഇത് വെച്ച് പ്രത്യേകമായിട്ട് കാൻഡിൽ ലൈറ്റ് ഡിന്നർ അറേഞ്ച് ചെയ്ത് കഴിയുമ്പം അപ്പോൾ സ്വീകരണ മുറിയിൽ നിന്ന് ബിഷപ്പ് മൊറിയൽ പറയുകയാണ്, ഒരു സഹോദര നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ അത് അത്ഭുതമാണ്. അപ്പം എനിക്കിങ്ങനെ ഭക്ഷണം തരണം. അപ്പോൾ ഇദ്ദേഹം ID കാർഡ് എടുത്ത് കാണിക്കാൻ തുടങ്ങുമ്പം അതൊന്നും കാണിക്കേണ്ട, എനിക്കറിയാം നീ എൻ്റെ സഹോദരനാണ്, നീ ഭക്ഷണം കഴിക്കൂ. അപ്പോൾ ഈ ബിഷപ്പ് മൊറിയലിന് ആൾ തെറ്റിപ്പോയോ എന്ന് ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ട്, ജീൻ വാൽജിന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഞാൻ ആളല്ല എന്ന് പറയാൻ തുടങ്ങുമ്പോൾ എനിക്കറിയാം നീ ഭക്ഷണം കഴിക്കൂ. അങ്ങനെ ജീൻ വാൽജിൻ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇത്രയും വളരെ മനോഹരമായ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ വളരെ ക്ഷീണം തോന്നി തുടങ്ങി. അപ്പോൾ ബിഷപ്പ് അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് പറയാം, നീ ഇവിടെ വിശ്രമിക്കൂ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കനത്ത ജയിലിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ബൂട്ട്സൊക്കെ അതൊക്കെ അഴിച്ചു വെച്ചിട്ട് ഇദ്ദേഹം അവിടെ വിശ്രമിക്കുക. അപ്പം പട്ടുമെത്തയിലേക്ക് അങ്ങ് കിടക്കുമ്പോഴേ ഇദ്ദേഹം പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷേ രാത്രി 3 മണി ആയപ്പോഴത്തേക്കും ഉറക്കം തെളിഞ്ഞ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെല്ലാം ഭക്ഷണം കഴിച്ച വെള്ളി പാത്രങ്ങളുടെ തിളക്കം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പതിയെ പോയി ഈ പാത്രമെല്ലാം എടുത്തു അയാളൊരു ഭാണ്ഡക്കെട്ടായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പതിയെ അവിടെ നിന്ന് പോകാനായിട്ട് ആലോചിക്കുമ്പോൾ അപ്പോൾ ബിഷപ്പ് വരുമ്പോൾ അപ്പോൾ ഇദ്ദേഹം ഒരു അലമാരിയുടെ സൈഡിലേക്ക് മാറി നിൽക്കും. അപ്പോൾ ഇത് സൗണ്ട് കേട്ട് ബിഷപ്പ് വരുമ്പോഴത്തേക്കും അപ്പോൾ ബിഷപ്പ് എന്താണെന്ന് നോക്കാനായിട്ട് അടുത്ത് വന്നപ്പോഴത്തേക്കും ബിഷപ്പിൻ്റെ തലക്കെട്ട് തട്ട് കൊടുക്കും, അദ്ദേഹം ബോധം കെട്ട് വീഴും. അപ്പോൾ ഈ ഇതുമായിട്ട് ജോൺ വാൽജ് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പം അങ്ങനെ നേരം വെളുത്തു, കുറേ മണിക്കൂറുകൾ കഴിഞ്ഞു. ബിഷപ്പ് അവിടെ പുറത്തുള്ള ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ജാവർ ഇദ്ദേഹത്തെ പിടിച്ചു. ഈ പോലീസ് ഓഫീസർ ഇദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തതൊക്കെ ബിഷപ്പിൻ്റെ സാധനങ്ങളാണെന്ന് പറഞ്ഞ് തിരിച്ചവിടെ കൊണ്ടുവരികയാണ്. തിരിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ബിഷപ്പ് മൊറിയൽ ചോദിക്കുകയാണ്, എന്താ നിങ്ങളിത് ചെയ്തത്? ഞാൻ അയാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരികയോ? അപ്പോൾ പോലീസ് ബിഷപ്പിനോട് ക്ഷമ പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് വരൂ സഹോദര, എനിക്ക് കുടിക്കാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് അകത്ത് കൂട്ടിക്കൊണ്ട് പോകുന്ന ജോവാൽജെ ചോദിക്കുകയാണ്, സഹോദര നീ എന്താണ് ആ മെഴുകുതിരി കാലുകൾ എടുക്കാനായിട്ട് മറന്നുപോയത്? ഞാൻ അത് നിനക്ക് തന്നതായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ആഹാരം കൊടുത്തു, ഒരിടത്തും കിട്ടാത്ത ആഹാരം ആരും കൊടുക്കാൻ തയ്യാറായില്ല. അത്രയും പട്ടിണിയോടുകൂടി വന്ന ജോവാൽജയ്ക്ക് ആഹാരം കൊടുത്തു തന്നെയല്ല, അപ്പോൾ അദ്ദേഹത്തോട് വിശ്രമിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അതെല്ലാം ഞാൻ സമ്മാനം കൊടുത്തതാണ്, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിഷമിപ്പിച്ചത്? അപ്പോൾ അത് കഴിഞ്ഞ് വളരെ അനുകമ്പയോടുകൂടി അവിടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്താ സഹോദര നീ എടുത്തുകൊണ്ട് പോകാഞ്ഞത്? നീ എൻ്റെ സഹോദരനാണ്, നിനക്കിവിടെ നിന്ന് എന്തും എടുക്കാം, ഈ വീട്ടിൽ നിന്ന് നിനക്ക് എന്തും എടുക്കാം, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് എന്ന് പറയുമ്പം ആക്ച്വലി അവിടെ വിക്ടർ ഹ്യൂഗോ നമ്മളെ കാണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ, ജോവാൽജയുടെ ഹൃദയത്തിൽ ബിഷപ്പ് മൊറിയലിനെ ടച്ച് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഈ ടച്ച് ചെയ്യാനായിട്ട് പറ്റി കഴിഞ്ഞപ്പോഴത്തെ അവിടെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്, റിയൽ ട്രാൻസ്ഫോർമേഷൻ. ഒരു കൊടിയ കുറ്റവാളിയിൽ നിന്നും ഒരു ജയിൽ പുള്ളിയിൽ നിന്നും ഒരു നല്ല മനുഷ്യൻ പിറക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും ട്രാൻസ്ഫോം ചെയ്ത് ഏറ്റവും നല്ല ആളാകാൻ പറ്റും. അപ്പോൾ നമ്മളത് ഇംഗ്ലീഷ് നോവലിൽ വായിക്കുകയാണെങ്കിൽ മാൻ ഹാസ് ഗോട്ട് ദ കപ്പാസിറ്റി ടു റീബോൺ അനിയോ. ഏതൊരു മനുഷ്യനും പുതിയ ഒരു മനുഷ്യനായിട്ട് ജനിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കേവർക്കും ഇന്ന് ജീവിച്ചിരുന്ന അവസ്ഥയിൽ പഴയ ജീവിതത്തിൽ നിന്നും ഒരു പുതിയ മനുഷ്യനായിട്ട് പിറക്കാനുള്ള കപ്പാസിറ്റി കാണുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ അത് നമ്മൾ വീണ്ടും അത് വായിക്കുമ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നുണ്ട്, ഇൻസ്റ്റഡ് ഹി ഓഫേഴ്സ് മീ ഫ്രീഡം. അവിടെ ഫ്രീഡമാണ് കൊടുത്തത്. ആൻഡ് ഐ ഫീൽ മൈ ഷെയിം ഇൻസൈഡ്. അപ്പോൾ ഉള്ളിൽ ലൈക്ക് എ നൈഫ്. അപ്പോൾ കുത്തിക്കയറുന്ന ഒരു കത്തി പോലെയാണ് ജീൻ വാൽജിൻ അയാളുടെ ഷെയിം എപ്പോഴും മനസ്സിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഹി ടോൾഡ് മീ ദാറ്റ് ഐ ഹാവ് എ സോൾ. ഞാൻ നിന്നിൽ കാണുന്ന ഒരു വലിയ ആത്മാവിനെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആത്മകഥമായിട്ട് പറയുന്നുണ്ട്, ഹൗ ഡസ് ഹി ന്യൂ ദാറ്റ് ദ സ്പിരിറ്റ് കം ആൻഡ് ത്രൂ മൂവ് മൈ ലൈഫ്. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടച്ചിലൂടെ
ആൻഡ് ഹി ഹാസ് ടേക്കൻ ടു മീ അനദർ വേൾഡ്. അപ്പം ടോട്ടലി അവിടെ നിന്ന് അങ്ങ് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഇത് കാണുമ്പോഴത്തേക്കും, അപ്പോൾ അടുത്ത ലെവലിൽ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഞാൻ ഷോർട്ടാക്കി പറയുകയാണ്. അന്നത്തെ ഫ്രാൻസിൽ ഒരു പ്രദേശം മുഴുവനും ഈ തുണി കളറ് മുക്കി അതിൽ നിന്ന് നെയ്തുണ്ടാക്കി അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ള മുക്കുന്ന ഡൈ ആ കളറ് കിട്ടാതായിട്ട് നഗരം പട്ടിണി കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ കുഞ്ഞുങ്ങൾ മരിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഹാരമില്ല. ആ സമയത്താണ് ഈ ജോവാൽജി അവിടെ ചെല്ലുകയും കൃത്രിമമായിട്ട് അവിടെ ഇതുണ്ടാക്കാനുള്ള വഴി അങ്ങേർക്ക് അറിയാമായിരുന്നു, അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ആ പ്രദേശം മുഴുവൻ, ആ ഒരു ടൗൺഷിപ്പ് മുഴുവനും പ്രോസ്പെയർ ചെയ്യുകയാണ്. ഒരു വലിയ പ്രദേശം മുഴുവനും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിദ്യയിലൂടെ ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഈ മനുഷ്യന് അപ്പോൾ അങ്ങനെ ഇദ്ദേഹം അവിടുത്തെ മേയറാകുകയാണ്. ആ ഒരു കൊടിയ കുറ്റവാളിയിൽ നിന്നും പറഞ്ഞ് ബിഷപ്പ് ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലൊന്ന് ടച്ച് ചെയ്ത് എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ വരുവാണ്. ആ ട്രാൻസ്ഫോംഡ് മനുഷ്യൻ അവിടെ മേയറാകുകയാണ്. അപ്പോൾ നമ്മുടെ കോസറ്റെ എന്ന് പറഞ്ഞ ആ മനോഹരിയായ പെൺകുട്ടീനെ ഇദ്ദേഹം സ്വന്തം മകളെപ്പോലെ ഇദ്ദേഹം ദത്തെടുക്കുകയാണ്. മറ്റേ സ്ത്രീ മരിച്ചു പോകുന്നു, അപ്പോൾ അവരുടെ അമ്മ ഫാൻറ്റൈൻ മരിച്ചു പോകുന്നു. അപ്പോൾ ഈ കുട്ടീനെ ദത്തെടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് രംഗങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൽ പ്രധാനമായിട്ട് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന യൂത്തുണ്ട്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ആവശ്യമായ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത പോലെ അത്രയും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ, എന്നാൽ ഏറ്റവും സമൃദ്ധിയിൽ ഏറ്റവും സൗകര്യത്തിൽ ജീവിക്കുന്ന പ്രഭുക്കന്മാർ. അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ അതിനകത്ത് അപ്പർ ക്ലാസ്സിൻ്റെ ആ ഒരു കാണിക്കുന്ന ഒരു ആ ഈഗോ ഒക്കെ നമുക്കതിനകത്ത് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ ജീൻ വാൽജിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഈ ബിഷപ്പ് മോറിയലിന് ഒരു പ്രവൃത്തി കൊണ്ട്, ഒരു പെരുമാറ്റം കൊണ്ട്, ഒരു മാതൃകാ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന് ടോട്ടലി ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാൻ ഹാസ് ഗോട്ട് ദ കപ്പാസിറ്റി ടു റീബോൺ അനിയോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹത്തെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജാവേഡ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ. പക്ഷേ അവസാനം ഇദ്ദേഹത്തിലെ നന്മ കണ്ട് ആ നന്മേനെയാണല്ലോ ഞാൻ കെടുത്തിക്കളയാനായിട്ട് ശ്രമിച്ചത്, നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിച്ചത് എന്ന് ആ ഒരു ചിന്തയോട് കൂടി അങ്ങനെ ഇദ്ദേഹത്തിന് ലാസ്റ്റ് മൊമെൻറ്റിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ക്ലൈമാക്സും ആൻറ്റി ക്ലൈമാക്സിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ ജാവേറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ജയിലിലാണ് അദ്ദേഹം പിറന്നു വീണത്. അപ്പോൾ എല്ലാവരെയും ശിക്ഷിക്കണമെന്ന് പറയുന്ന, കുറ്റം ചെയ്യുന്നവരെയൊക്കെ ഒരു ദാക്ഷിണ്യമില്ലാതെ ശിക്ഷിക്കണമെന്നുള്ള ആ ഒരു ഇതിൽ തന്നെ നടക്കുന്ന ജാവേർ അവസാനം ജീൻ വാൽജിനോട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയല്ലോ എന്ന് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്ന സീനാണ് ടുവേഴ്സ് എൻഡിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു കോസറ്റെ എങ്ങനെ ഒരു നല്ലൊരു മകളായിട്ട്, പറക്കാതെ പോയ ഏറ്റവും നല്ലൊരു മകളായിട്ട് എങ്ങനെ ഇരിക്കുന്നു, അവൾക്ക് വേണ്ടിയിട്ട് അവളെ സ്നേഹിക്കാനായിട്ട് വരുന്ന ആ പയ്യനെ എത്രമാത്രം കാര്യമായിട്ട് ഇയാൾ കാണുന്നു, ഏതൊക്കെ നമുക്ക് വളരെ മാതൃകാപരമായിട്ട് ഏതാണ്ട് ഇത്രയും നമ്മൾ അറിയില്ല. 1800 1900 പേജുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്കും നമ്മളൊരു വലിയൊരു യാത്രയിലായിരിക്കും. അപ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു വാല്യൂ ഇപ്പം നിങ്ങൾക്ക് ഏവർക്കും നിങ്ങൾക്ക് ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും മാറി ടോട്ടലി പുതിയൊരു ജീവിതത്തിലേക്ക് വരാനുള്ള കപ്പാസിറ്റി നമ്മളിലേക്ക്, ആ നന്മ കൊണ്ടാണ് ഇത് 19 ലാംഗ്വേജിൽ ഇത്രയും കൂടുതലായിട്ട് ലോകം മുഴുവനും. അപ്പോൾ ഫ്രാൻസിലെ ഏറ്റവും വലിയ എഴുത്തുകാരനായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ അവിടെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അപ്പോൾ ഈ ഒരു ചിന്ത, അതായത് നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു ജീവിതത്തിനുള്ള വിത്ത് ഉള്ളിൽ തന്നെയുണ്ട്. ആരോ ഒന്ന് ടച്ച് ചെയ്യേണ്ടതേ ഉള്ളൂ. ചിലപ്പോൾ ഒരു അപകടമായിരിക്കാം, ചിലപ്പോൾ ഒരു പുസ്തകമായിരിക്കാം, ഒരു സിനിമയായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളെ ടച്ച് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഡാസ് ടച്ച് പോലെയാണ്, നിങ്ങൾക്ക് വേറൊരു ലൈഫ് അവിടെ ഉണ്ടാകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കഴിവ് നിങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ കഥ നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ജീവിതം നിങ്ങളും സ്വയം ട്രാൻസ്ഫോം ചെയ്യുക, ലോകത്തിന് വെളിച്ചമായിട്ടിരിക്കുക. ഒരുപാട് പേരെ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാനുണ്ട്. കരുണയുടെ, കമ്പാഷൻ്റെ, അപ്പോൾ പ്യുവർ കമ്പാഷനിലൂടെ നമുക്ക് ആരെയൊക്കെ മാറ്റാൻ പറ്റുമെന്ന്, ഒരാളെങ്കിലും ജീവിതത്തിൽ മാറ്റാൻ കഴിയുവാണെങ്കിൽ അതിലും വലിയൊരു പുണ്യം ലോകത്തിലില്ല. അപ്പോൾ ഏറ്റവും വലിയ നമുക്ക് ചെയ്യാവുന്ന ജീവകാരുണ്യ പ്രവർത്തനം മനുഷ്യനെ പിടിച്ച് മാറ്റുക എന്നുള്ളതാണ്.
അപ്പോൾ മനുഷ്യരെ പുതിയ വഴിയിലേക്ക് നയിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ അത് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ലൈഫ് ലൈൻ്റെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ട് താഴെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എപ്പോഴും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും. അത് പ്രയോജനപ്പെടുത്താം.